മലപ്പുറം നാദവനാട് ക്വാറിയിലേക്ക് മറിഞ്ഞ മിനി ലോറിക്കുള്ളിൽ കുടുങ്ങിയ സെയിൽസ്മാനെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം വിഫലം. മുസ്തഫ മരിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. താഴെ പോകുമ്പോൾ വിസിബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല ഓയിൽ ലീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനെ കോർക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടു. പിന്നെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക്കാണത്. ഇത്ര ഹൈറ്റിലേക്ക് ഇത്ര വെയിറ്റുള്ള സാധനം വരുമ്പോൾ പിന്നെ ആളെ ഉള്ളിൽ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് പിന്നെ 1 മണിക്ക് നടന്ന ഒരു അപകടത്തിൻ്റെ ഇത്ര സമയം എടുത്തു എന്നുള്ളത് ഇതിൻ്റെ ഒരു ദുഷ്കരമായ പ്രവൃത്തിനെ കാണിക്കുന്നതാണ്. നമ്മളെ സ്ക്യൂബ ഡൈവേഴ്സ് ഇത് ലൊക്കേറ്റ് ചെയ്തെങ്കിലും വാഹനം കുറച്ചൊരു വാട്ടർ ലെവലിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആളെ എടുക്കാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിച്ചെങ്കിലും പിന്നെയും നമുക്ക് ആളെ എടുക്കാൻ നമ്മളുടെ ഹൈഡ്രോളിക് ഉപകരണങ്ങളെ സഹായം വേണ്ടി വന്നു. ഏതായാലും മലപ്പുറം ജില്ലയിലെ സ്ക്യൂബ ടീമിൻ്റെ മികച്ച ഒരു പ്രവർത്തനം കൂടിയാണിത്. നമ്മളുടെ ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളുടെ അക്കാഡമിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ വിദഗ്ധ സംഘത്തെ വേറെ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ സംഘം വേണമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ നമ്മൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ. മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യമായിരുന്നു. മുസ്തഫയെ രക്ഷിക്കാനായില്ല. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയായിരുന്നു. 1 മണിയോടുകൂടി നടക്കുന്ന ഒരു അപകടം, 6 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം. ആര്യ പറഞ്ഞതുപോലെ തന്നെ മുസ്തഫയെ നമുക്ക് വീണ്ടെടുക്കാനായില്ല. പക്ഷേ ആശങ്കകൾ നിറഞ്ഞ മണിക്കൂറുകളിലൂടെയായിരുന്നു നാട് കടന്നുപോയത്. അവിടെ ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തി ആ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഒടുവിൽ മുസ്തഫയെ പുറത്തെടുത്തത്. ആ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയത് മലപ്പുറത്തെ വിദഗ്ധരായ സ്ക്യൂബ സംഘമാണ്. എത്രത്തോളം ദുഷ്കരമായിരുന്നു ആ ഒരു രക്ഷാദൗത്യം? ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടായിരുന്നു തിരൂർ സ്റ്റേഷനിലേക്ക് സന്ദേശം എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒന്ന് സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് സംശയമാണ് പറഞ്ഞിരുന്നത്, ഒരാൾ മുങ്ങിയിട്ടുണ്ടോയെന്ന് സംശയം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് തീർച്ചയായിട്ടും കൺഫേം ആയിട്ടുണ്ട്, ഒരാൾ മുങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയും ഫസ്റ്റത്തെ ഡിസെൻഡിങ്ങിൽ തന്നെ അതിൽ കാഷ്വാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും, പക്ഷേ അത് ദുഷ്കരമായിട്ടുള്ള ക്യാബിനകത്ത് ഏകദേശം അത് അടങ്ങി കിടക്കുന്നൊരു അവസ്ഥയിലായിരുന്നു. നമുക്ക് ഒരിക്കലും കുറേ തവണ വലിച്ചു നോക്കി, പക്ഷേ വിസിബിലിറ്റി കുറവായിരുന്നു. മാത്രമല്ല ഓയിൽ ലീക്കേജും അതിൻ്റെ അകത്തുനിന്ന് ഡീസൽ ലീക്കേജ്, അതേപോലെ ഓയിൽ ലീക്കേജ് എല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു. മാത്രമല്ല നമുക്ക് അത് കണ്ണിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ ഫസ്റ്റ് ഡിസെൻഡിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു കാഷ്വാലിറ്റി അകത്തുണ്ട് എന്നിട്ട് നമ്മളത് വണ്ടിയോടൊക്കെ മുകളിലേക്ക് പൊക്കിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11 മീറ്റർ, ഏകദേശം 40 അടിയോളം ബോട്ടം ടു സർഫേസും അതുപോലെ തന്നെ മുകളിലേക്ക് ഏകദേശം 40 അടി, ടോട്ടൽ ഒരു 80 അടിയോളം ഡെപ്തിലേക്കായിരുന്നു ഈ വണ്ടി ആളും കൂടെ പോയിരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഹൂക്ക് ഇട്ടിട്ട് ആദ്യം വലിച്ചു നോക്കി. ആ ശ്രമം പാഴാകുകയും പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം വേറെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് അതിന് വണ്ടിയോടൊക്കെ മുകളിലേക്ക് എത്തിക്കുകയും അവിടെ ശേഷം നമ്മൾ ക്യാബിനെ വെട്ടിപ്പൊളിച്ചാണ് നമ്മൾ കാഷ്വാലിറ്റിനെ പുറത്തെടുത്തത്. പലതവണ പ്രതിസന്ധികൾ നേരിട്ട് അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള രക്ഷാദൗത്യം തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ സന്ദേശം ലഭിക്കുന്നത് തിരൂർ നിലയത്തിലാണ്. തിരൂർ നിലയത്തിൽ അത്യാവശ്യം സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന ജീവനക്കാരും അതുകൂടാതെ വിദഗ്ധമായ മറ്റ് ജീവനക്കാരുണ്ട്. നമ്മൾ ആദ്യത്തെ ഡൈവിങ്ങിൽ തന്നെ നമ്മൾ അതിനെ എത്തുകയും നമ്മൾ ടച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ വളരെ സങ്കീർണമായ രീതിയിലായിരുന്നു കിടന്നിരുന്നത്. അതുകൂടാതെ നമുക്ക് ഇത് ലോറി മുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരുപാട് ഈ ക്രെയിനിൻ്റെ ഒരുപാട് നമ്മൾ ഹോസുകൾ കണക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ അതും വെള്ളത്തിലകത്ത് നമുക്കത് കണക്ട് ചെയ്തെടുക്കുന്നത് ഈ കരയിലുള്ളതുപോലെ അത്ര എളുപ്പമല്ല. കാരണം ഇത് ഭയങ്കരമായ വെയിറ്റ് ആയിരിക്കും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ചെയിൻ ബ്ലോക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വെള്ളത്തിനടിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാൾക്ക് മാത്രമാണ് അറ്റ് എ ടൈമിൽ ഡൈവ് ചെയ്യാൻ പറ്റിയത്. മറ്റാൾ അവിടെ നമ്മൾ സഹായത്തിനായിട്ട് കൂടെ ഉണ്ടാവും, ബഡ്ഡിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും നമ്മൾ കുറച്ച് സമയം വൈകിയെന്ന് പറയുന്നില്ല, നമ്മളെ ഇത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് മുകളിൽ നോക്കുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവില്ലെങ്കിലും പിന്നെ നമ്മുടെ ഈ ഓയിൽ പരണ്ടതും പിന്നെ അതിലെ ലഗേജുകൾ പലതും എണ്ണമയമുള്ളതും വനസ്പതി പിന്നെ നെയ്യ് അങ്ങനെ പല സാധനങ്ങൾ പരന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന് നീറ്റലും പിന്നെ നമ്മുടെ ഈ ഡൈവിംഗ് ഗ്ലാസ്സിന് ഒരു തടസ്സവുമായിട്ട് അത് വന്നിരുന്നു. അപ്പോൾ ഇത്രയും ദുർഘടമായ സാഹചര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ മറ്റു നിലയങ്ങളിൽ ജീവനക്കാരെത്തുകയും നമ്മളത് പുറത്തെടുക്കുകയും ചെയ്തു. എന്തായാലും ഈ നിർഭാഗ്യകരമായ സങ്കടത്തിൽ നമുക്കും ഒരു സങ്കടമുണ്ട്. അതെ, നാടിന് ഒരു വേദനയായി. മുസ്തഫ എന്ന ഒരു ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അവിടെയും നാടിന് ഊർജ്ജമായ ഒറ്റക്കെട്ടായുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മോഡൽ കൂടിയാണ് നമ്മൾ ആദവനാട് നിന്ന് കണ്ടത്. ആര്യ.